ഞങ്ങളുടെ ഉസ്താദിനെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നു. ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്കിതൊക്കെ സഹിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് ചേർന്ന് നിന്നവർ, ഞങ്ങൾക്ക് സഹായം നൽകേണ്ടവർ, ഈ സ്തംഭന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒന്നിച്ചുകൊണ്ട് വിപുലപ്പെടുത്തി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച എന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടവർ അവർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് പാരവെക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ അവസാനം ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടന SYSന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി, ആളുകൾ അവരെ ഷജറകൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചിത്രശക്തികൾ, അഭിനവ വിഘടിതർ, അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസി 200-ലധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ദാറുൽ ഹുദയെക്കുറിച്ച്, ഹാദിയെക്കുറിച്ച് അർദ്ധസത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മുന്നിലൊരു നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങളെ കൊടുത്ത് എഴുതി കൊടുത്തു. ചെമ്മാട് ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം 2025 സെപ്റ്റംബർ 20 മലപ്പുറത്ത് വാര്യംകുന്ന് ടൗൺ ഹാളിലാണ് ഞാൻ ഈ പരിപാടി നടക്കുന്നത്. അതിലൊരു ഹുദവിയുടെ പ്രസംഗമാണ് ഈ കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഈ പ്രസംഗം മുഴുവനായിട്ട് കേട്ടുകയാണ്. ഇത് ഞാൻ മുഴുവനായിട്ട് കേൾക്കാനുള്ള കാരണം, ഈ ബഹാവുദ്ദീൻ നദ്വിയെ കുറിച്ച് ഞാൻ വീഡിയോ 1-2 ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും തിരുത്ത് അനിവാര്യമാണോ, നമ്മളാ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. നമ്മൾ കേട്ടതോ അതല്ല സത്യം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്നത്. കാരണം ഇവരെ കൊടുത്തുകൊണ്ടതിനെ തിരുത്ത് എന്നാണ്. അപ്പൊ ഇപ്പൊ നടക്കുന്ന വിവാദങ്ങൾ, വിഷയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കും ഇത് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കേൾക്കുന്നത്. പക്ഷെ ഇത് കേട്ടോടത്തോളം ആദ്യം ഇയാൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇവരുടെ ഇടയിലുള്ള സമസ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങള് നേതൃത്വത്തിലുള്ള ആ വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മടവൂരില് ആണ് ഈ ബഹാവുദ്ദീൻ നദ്വി ഒരു മീലാദ് ക്യാമ്പയിൻ വെച്ചിട്ടാണ് SMF സുന്നി മഹല്ല് പ്രദേശം എന്ന് പറയുന്ന അവരുടെ ഒരു മീലാദ് ക്യാമ്പയിൻ വെച്ചിട്ടാണ് ഈ വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തുന്നത്. അതിനെക്കുറിച്ച് ഇയാൾ എന്ത് പറയും? അതുപോലെ തന്നെ കാക്കനാടന്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ മറ്റൊരു വിവാദം CPM കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഇവർ പറയുന്നത്? അതിൽ എന്താണ് ഇവർക്ക് തിരുത്ത് പറയാനുള്ളത് എന്ന് കേൾക്കാനിരിക്കുകയാണ് ഞാൻ. പിന്നീട് ഏറെ കേട്ടതിന് ശേഷം ഇയാൾ അതിൽ നദ്വി പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഒരു മറുപടി കൊടുത്തതാ. ആ കൊടുത്ത സന്ദർഭത്തിൽ ഏറ്റവും മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉസ്താദ് പറഞ്ഞു, ഒരാളുടെയും പേര് പറഞ്ഞില്ല. പറയപ്പെട്ട ഒരു പേര് ശൈശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇതൊക്കെ കൂടി കൂട്ടിക്കുഴക്കാൻ ആൾക്കാർ. ശൈശവിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഒരു സമാദരണീയനായ രാഷ്ട്രീയ നേതാവിന്റെ മാതാവിന്റെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി. സത്യത്തിൽ ഉസ്താദ് അതിനുശേഷം പറഞ്ഞു, അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മാതാവിനെയും പിതാവിനെയും വിമർശിക്കാൻ പാടില്ല. എത്ര മാന്യമായിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. രണ്ടാമത് ഉസ്താദ് പറഞ്ഞു, ബഹുഭാരിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകനെ വിമർശിക്കുന്ന സമൂഹത്തിലെ പലരും ഒരു വൈഫ് ഇൻചാർജ് പരാമർശമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ഉദ്ദേശത്രേ ഉള്ളൂ, പരസ്ത്രീ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന്. സമൂഹം അതിൽ ബഹാവുദ്ദീൻ നദ്വി എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമ്മളൊക്കെ അന്ന് കേട്ടതാണ്. ബഹാവുദ്ദീൻ നദ്വി അതിന് വിശദീകരണം നൽകിയതാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്തേ അദ്ദേഹം അതിൽ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത് CPM ഒരു ആയുധമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം നടത്തിയൊരു പരാമർശം മന്ത്രിമാർക്കെതിരെ, MLA മാർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ വലിയൊരു പരാമർശം, ഒരു മോശം പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആ പരാമർശം നടത്തിയ വീഡിയോകൾ പുറത്തു വന്ന വിവാദമായപ്പോൾ ചില ആൾക്കാർ പ്രതികരിച്ച രീതിയുണ്ട്. എന്താ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് ഉള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പല ആൾക്കാരുടെ അകത്ത് വരട്ടെ. നമ്മളൊക്കെ കണ്ടതാ സോഷ്യൽ മീഡിയയിൽ. എന്താ ഉള്ളതന്നല്ലേ, അങ്ങനെ ഇല്ല സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഉള്ളതായാലും ഇല്ലാത്തതായാലും നമ്മൾ അറിയുന്നതായാലും അല്ലാത്തതായാലും അദ്ദേഹം ഒരു പണ്ഡിതനാണ്, അതായത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ആ പരാമർശം അതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വിഷയം കൂടി ഇയാൾ പറയുന്നുണ്ട്, പത്രക്കാരോട് പറഞ്ഞത്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു സമൂഹത്തിൽ കുറേ ആളുകൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട്, അവർ പ്രവാചകനെ വിമർശിക്കുകയും ചെയ്യും ബഹുഭാരിത്വത്തിന്റെ പേരിൽ. ഇത്ര പറഞ്ഞുള്ളൂ. അതിന് വളച്ചൊടിച്ച് ഉസ്താദ് ആളുകളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് നമ്മുടെ നയമല്ല എന്ന് പറഞ്ഞ് ഉസ്താദിനെ തള്ളി. ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം രീതിയിലുള്ള ഒരു സമീപനമല്ല സൂക്ഷ്മാലുക്കളായ ഉന്നത സ്ഥാനീയരിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് പൊതുസമൂഹത്തിലെ അനേകം ആളുകൾ മനസ്സിലാക്കി ശരിയാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. അല്ലെങ്കിലും ഉസ്താദിനോട് എന്തോ ഒരു പ്രത്യേകമായ സമീപനം. ഉസ്താദ് എന്താ ചെയ്യുന്നത്? ഉസ്താദിനെ ഇത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഉസ്താദ് ആരാ?
അതന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഉസ്താദിന് അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ കാക്കനാടനോ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം കണ്ടത് എഴുതാനുള്ള അവകാശമുണ്ട്. അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കടമ ആർക്കുണ്ടായിരുന്നു? ബഹൗദ്ദീൻ നദ്വിക്കുണ്ടായിരുന്നു. അന്ന് നോവൽ പുറത്തിറങ്ങിയത് ഏത് സമയത്താണ്? ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ അത് നോവലായിട്ട് വന്നിട്ടുണ്ട്. അത് അതേ സമയത്ത് തന്നെ ബഹൗദ്ദീൻ നദ്വി അറിഞ്ഞിട്ടുമുണ്ട് അല്ലെ? കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേൾപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരിക്കുന്ന ഒരാൾ, കോട്ടക്കല് പിന്നെ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാൾ, അദ്ദേഹത്തോട് ആദ്യം ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിൽ നിങ്ങളെ കുറിച്ച് പരാമർശം വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് തിരുത്താൻ സാധിച്ചില്ല? ഇപ്പൊ എന്നാ ഞാൻ ഇവരെങ്കിലും തിരുത്തി എന്ന പേരിൽ എഴുതിയിട്ട് ഇവരെങ്കിലും തിരുത്തുണ്ടോന്ന് എഴുതി. അപ്പൊ ഇവര് തിരുത്തല്ല, ഉള്ളത് ഇങ്ങനെ വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. അപ്പോ ഇനി ഇയാള് ഈ കാക്കനാടിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കി ഞാൻ ഇരുന്നുണ്ടോ. നമുക്ക് പ്രധാനമായിട്ട് കേൾക്കേണ്ടത് നദ്വി ഈ മടവൂർ നടത്തിയ പ്രസംഗത്തിൽ എന്തേ പറഞ്ഞു, അതുപോലെ തന്നെ കാക്കനാടിന്റെ വിഷയത്തിൽ എന്താണ് ഇയാൾ ഇതിൽ തിരുത്തുന്നത് എന്നൊക്കെയാണ്. അപ്പൊ ഇനി കാക്കനാട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ആകെ പറഞ്ഞത് ഈ വാക്ക്, അതൊന്നും കേൾക്കാം നമുക്ക്. അപ്പൊ ശത്രുക്കളും ഉസ്താദിന് കൂടുതലാ. ഇവർ കാക്കനാടൻ വിഷയം നടക്കണ്ടല്ലോ. അപ്പോ കാക്കാന്റെ വിഷയം എന്താ? കാക്കാന്റെ വിഷയം, കാക്ക ഒരു പുസ്തകം എഴുതിയെന്നാ പറയുന്നത്. ഗൂഢാലോചന ഉണ്ട് അതിന്റെ പിന്നിൽ. എന്താ കാരണം? 1980-കളിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ഗ്രാമങ്ങളിൽ മിഷണറിമാർ ആളുകളെ മതപരിവർത്തനം നടത്തിയപ്പോൾ ഉസ്താദ് അതിനെതിരെ ഒരു പുസ്തകം എഴുതി. അപ്പൊ അവരെ ശത്രുക്കളായി. അവരെ പണി കൊടുക്കണം. ഒന്നെങ്കിൽ ബോധപൂർവം, അല്ലെങ്കിൽ മറ്റാരോ ഉസ്താദിന് പണി കൊടുത്തതാണ്. എന്തായാലും ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുഖ്ലിസായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പണ്ഡിതൻ ചെയ്യേണ്ട പണിയല്ലേ ഉസ്താദ് ചെയ്തിട്ടുള്ളൂ? അതിലപ്പുറം എന്തെങ്കിലും ഉസ്താദ് ചെയ്തോ? ഇല്ല. ഇപ്പൊ കാക്കനാടനോ അദ്ദേഹത്തിന്റെ പണിയെടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ നോവൽ എഴുതുന്ന ആളാണ്. അദ്ദേഹം എഴുതി, അദ്ദേഹം കണ്ടത്. പിന്നെ കാലിക പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന സമയത്ത് തിരുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ പുസ്തകത്തിൽ പോലും ആ പരാമർശം ഉണ്ടായിരുന്നില്ല. തിരുത്താനും പോയില്ല, വായിക്കാനും പോയി നോക്കില്ല. അന്ന് നേരിട്ട് പോയി ചോദിക്കേണ്ടിയിരുന്നു, ബഹൗദ്ദീൻ നദ്വി പറഞ്ഞ ഈ പുസ്തകത്തിന്റെ ആള് ഞാനാണ്, എങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം തന്നീന്നോ? അത് ചോദിക്കാൻ എന്തിയാൾക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇത് സംശയത്തിനും ഇട നൽകുന്നുണ്ട് എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ബഹൗദ്ദീൻ നദ്വി അന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് എന്റെ താടി നിറച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്ത്. പക്ഷേ അതിൽ സംശയത്തിന് വക നൽകുന്ന ഒരു കാര്യം, ആ CPM നേതാവ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിര വന്ന് തുടങ്ങിയ താടി. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് നിരച്ചിട്ടുള്ളത്. നിര വന്ന് തുടങ്ങിയ താടി, പിന്നെ ജുബന്റെ കാര്യമൊക്കെ മറ്റുണ്ട്. അപ്പോൾ ഇത് സംശയത്തിന് ഒരുപാട് വക നൽകുന്നുണ്ട്. എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല, ഒരുപാട് വക നൽകുന്നുണ്ട്. ആദ്യം നമ്മൾ ഇത് ഓരോ കാര്യങ്ങൾ ഇവർ തന്നെ എങ്ങനെ ഓരോ വിഷയങ്ങൾ കൊണ്ടുപോകും, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൽ വീണ്ടും ഇതൊക്കെ സത്യങ്ങളാണോ എന്ന് പോലും തോന്നിപ്പോകണം. കാരണം ഒന്നാമത് ഇത്ര വലിയൊരു ഗൗരവ വിഷയം വന്നിട്ട് പോലും ഈ നദ്വി പോയിട്ട് എന്തുകൊണ്ട് തിരുത്തില്ല? നദ്വിയുടെ വേണ്ടപ്പെട്ടവർ എന്തുകൊണ്ട് കാക്കനാടിനോട് വിഷയം തിരുത്തിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂപ്പര് പറയാണ് AP-ക്കാരെ വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട്. അന്ന് കേട്ടോ നിങ്ങൾ ണ്ടതല്ലേ? എന്നാൽ 89-ലെ പിളർപ്പിന് ശേഷം നേരും നെറിയുമില്ലാത്ത വിഘടിതർ ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പൊ വലിയ വർത്താനം പറയാം, ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്ന് പതിനോടത്തോളം ഉപയോഗിച്ചിട്ടുള്ളത്. ഉസ്താദ് വ്യാജകേശത്തിനെതിരെ പ്രസ്താവന ഇറക്കി പോരാട്ടം നടത്തി അള്ളാഹുവിന്റെ റസൂലിനെ വെച്ച് ബിസിനസ് നടത്തുന്നതിനെതിരെ പോരാടിയപ്പോൾ അന്നും ഈ വിഷയം എടുത്തിട്ടു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശരിയല്ലാത്ത അരുതായ്മകൾക്കെതിരെ തന്റെ കൂടെ നിൽക്കുന്നവർ ഓശാന പാടിയപ്പോൾ ഉസ്താദ് അതിനെ വിമർശിച്ചപ്പോൾ ഇപ്പോഴും വീണ്ടും അതെടുത്തിടുന്നു. ഇല്ല എന്ന് നിങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ, വളരെ മോശമായ ആരോപണങ്ങൾ, ഒരു പണ്ഡിതനെ കുറിച്ച്, അതും ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരോട് പോരാടിക്കൊണ്ട് ഗ്രന്ഥരചന നടത്തുകയും ആഗോള പ്രശസ്തമായ സർവകലാശാലകളുമായി കോർഡിനേറ്റ് ചെയ്ത് ഈ കേരളത്തിലെ ഏറ്റവും ഇതന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹം അറിയപ്പെട്ട ഒരു പണ്ഡിതനാണല്ലോ. എങ്ങനെയാലും എൻ്റെ നദ്വിനേക്കായി അറിയപ്പെട്ട, ലോകത്ത് അറിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി, അതെ ഈ നദ്വി അടക്കം. അപ്പൊ നീ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഒരു ബാധകല്ലായിരുന്നു? അതാ ചോദിക്കാനുള്ളത്. പിന്നെ ഈ ഇപ്പൊ AP-ക്കാരെ നെഞ്ഞത്ത് കയറിയിട്ടുണ്ട്, അതിനുള്ള മറുപടി ഞാൻ തരാം. AP-ക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലേ? AP വിഭാഗത്തിലെ എഴുത്തുകാർക്കും അതുപോലെ തന്നെ പ്രാസംഗികന്മാർക്കൊക്കെ ഈ വിഷയം പറയണമെന്നുണ്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷെ അത് തടുത്തത് AP ഉസ്താദാ. അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതി പോകരുത്, പ്രസംഗിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയോ? അതുകൊണ്ടാണ് അത് പുറലോകം അറിയാതെ. അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാം, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ ആ CPM-ന്റെ നേതാവ് പ്രസംഗിച്ചോട് കൂടിയിട്ടാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. പക്ഷെ ഈ ഉദവി ആ CPM-ന്റെ നേതാവിനെതിരെ ഒന്നും ശബ്ദിച്ചിട്ടില്ല കേട്ടോ. അതാണ് എന്നെ വലിയ അത്ഭുതപ്പെടുത്തിയത്. ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ. നോക്കണം നിങ്ങൾ, AP-ക്കാരെ നെഞ്ഞത്ത് കയറാനും അതുപോലെ തന്നെ ഓലപ്പുള്ള ജിഫ്രി മുത്തുപോയ തങ്ങൾ വിഭാഗത്തിന് നെഞ്ഞത്ത് കയറാനും ഇയാൾ വല്ലാണ്ട് എന്ത് ചെയ്ത് വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഉദവി AP-ക്കാരെ നെഞ്ഞത്ത് കയറിയത്. ഇനി എൻ്റെ നേതാവുണ്ടല്ലോ, ആര്, നമ്മളെ നദ്വി, ബഹൗദ്ദീൻ നദ്വി, അദ്ദേഹം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ.
തുടക്കത്തിൽ ഈ സംഭവം നിഷേധിച്ചുകൊണ്ട് ഞാൻ ചന്ദ്രികയുടെ പോസ്റ്റ് ബോക്സ് കോളത്തിലേക്ക് കുറിപ്പെഴുതി അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇപ്പോൾ പറയാൻ കഴിയില്ല. വ്യാപകമായ തെരച്ചിൽ പരിശോധന നടത്തി നോക്കിയാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അവിടുന്ന് ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾ ഈ പുകയില്ലാത്ത അടുപ്പുകൾ ഇറക്കുമതി ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഒരു ത്വരീഖത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിമർശകനായി ഞാൻ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്നോടുള്ള വിദ്വേഷം തീർക്കാൻ ഈ കഥ അവർ അന്ന് വലിച്ചു പുറത്തിട്ടിരുന്നു. കാക്കനാടൻ്റെയും കൊട്ടജാദ്രിയുടെയും ഒക്കെ വിവരങ്ങൾ. അന്ന് അതിന് സ്റ്റേജുകളിലൂടെ ചിലരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഞാനതിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല, കാരണം എന്നും ഇതിങ്ങനെ പറയാൻ കഴിയില്ല. അതുപോലെയുള്ള ചില തൽപര കക്ഷികളാണ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത്. അന്ന് ഇടപെട്ട് അത് പരസ്യമാക്കാൻ ശ്രമിച്ച ആൾക്കാർ ആലുവ തൊരിക്കത്തേരാണ്. അവരാണ്ട് പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറയുന്ന ആലുവക്കാരായിരിക്കും, ആ തൊരിക്കത്തേരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അവരാണ്, അല്ലാണ്ട് എ പിക്കാരല്ല. അതെങ്കിലും പഠിക്കുക. എൻ്റെ നേതാവ് പറഞ്ഞത് അല്ല, എ പിക്കാർ പരാമർശം നടത്തിയെന്ന് അദ്ദേഹം എവിടെയും പറയുന്നില്ല. അതിനുശേഷം ഇപ്പോ ചില താല്പര്യ കക്ഷികൾ എന്നാ പറയുന്നത്. എ പിക്കാർ പറഞ്ഞതായിട്ട് നദിവി പറയുന്നില്ല, പക്ഷെ ഈ നേരെ തിരിച്ചാണ് പറഞ്ഞത് ആ വിഷയത്തിൽ. അപ്പോൾ അത് പഠിച്ചോ. ഇനി വേറൊരു വിഷയം കൂടി കേട്ടോ. ഉദവിയെ, എൻ്റെ നേതാവ് ബഹാവുദ്ദീൻ നദിവിയെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് ഈ നൗഷാദ്, സംഗി നൗഷാദ്. ഇപ്പൊ അടുത്ത് വലിയ സ്വീകരണം കൊടുത്തില്ല നിങ്ങള്. അന്ന് മുതലാണ് കട്ടക്കാലം തുടങ്ങിയത് അല്ലേ? അന്ന് മുതലാണ് ഈ നദിയുടെ കട്ടക്കാലം തുടങ്ങിയത്. ഓനാണ് ആദ്യം എല്ലാവരും പറഞ്ഞതിന്റെ മുന്നേ എനിക്ക് നദിയെ നാറ്റിക്കണം എന്ന് പറഞ്ഞിട്ട് ഓന് കാന്തപുരം ഉസ്താദിനെ കാണാൻ പോകുന്നത്. ഓൻ അനുഭവം പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോ നോക്കിയാലോ. ഓൻ 19 കേട്ടോ പ്രസംഗിച്ചുമ്പോൾ പറയുന്നത്. ഈ 20 പ്രസംഗിച്ചത്. പക്ഷെ ഈ 19 പ്രസംഗിച്ച് പോയി 20 ജിജി പറഞ്ഞ അതേ വാക്കായിരുന്നു ഓൻ പറയുന്നത്. പക്ഷെ ഇപ്പം 19 പ്രസംഗിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കാറായി. പക്ഷെ അത് പറയുന്നത് കേൾക്കാം നമുക്ക്. കത്തി നിൽക്കുന്ന സമയം അപ്പൊ ഒരാള് പ്രഭാഷകൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം കൊണ്ടുവന്നു. ആ പുസ്തകത്തിൽ ബഹാവുദ്ദീൻ നദവി എന്ന് പറയുന്ന ഉസ്താദിനെതിരെ ലേഖകൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വലിയ പരാമർശമാണ്. കള്ളു കുടിച്ച് ബസ്സിൽ കയറി എന്നൊക്കെയാണ് അതിലുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഈ പ്രഭാഷകരൊക്കെ മമ്പാട്ടുകാരനൊക്കെ കൂടി ഉസാറായിട്ട് പറയണമെന്നൊക്കെ തീരുമാനിച്ചിങ്ങനെ പോവാ. എന്തേ കിട്ടാൻ നിൽക്കല്ലേ. അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മർക്കസിൽ ചെന്നു. ഈ വിഷയം AP അബൂബക്കർ മുസ്ലിയാരോട് ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ ബഹാവുദ്ദീൻ നദവിക്കെതിരെ ഒരു പരാമർശം ഈ പുസ്തകത്തിൽ ഞാൻ എൻ്റെ പേജ് കാണിച്ചു കൊടുത്തു, പറഞ്ഞിട്ടുണ്ട്. ഇവർ വായിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മൾ പറയാത്തതാണല്ലേ, ഞാനത് ആരും വിശ്വസിക്കൂല. അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? വിശ്വസിക്കാത്തത് പറഞ്ഞാലോ നമ്മൾ പറഞ്ഞു ഒന്നും പിന്നെ വിശ്വസിക്കില്ല. അതുകൊണ്ട് അത് പറയണ്ടെന്നാ മുമ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറയാതിരുന്നിട്ട് കാര്യമല്ല, മറ്റയാളൊക്കെ പറയാൻ വേണ്ടി ഒരുങ്ങിക്കാണെന്ന്. അത് ഞാൻ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് വായിക്കണ്ടെന്ന്. അപ്പൊ അന്ന് തന്നെ അത് വായിച്ചാരും വിശ്വസിക്കൂല എന്ന് പറഞ്ഞ സംഭവമാണ് ഇപ്പൊ ഒരാൾ പറഞ്ഞു പോലെ പ്രചരിപ്പിക്കും ചെയ്യാൻ. അവസ്ഥ ഞങ്ങളൊക്കെ കാണുന്നുണ്ട്, ആരവസ്ഥ എന്താണെന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരു കൂടുതൽ ഇളക്കിയിട്ട് നൗഷാദ് കൂടുതൽ വിളയണ്ടെന്ന് പറയാനുള്ളത് വിഷയത്തിൽ. ഈ അണക്ക് ഇങ്ങനെ കളവൊക്കെ പറയാറ്. അപ്പൊ നൗഷാദ് ഈ വിഷയത്തിൽ പറഞ്ഞു കിട്ടിയില്ലേ, ഒരു കാര്യവും സത്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നീട് പറഞ്ഞത് കളവാ. പിന്നീടും പറഞ്ഞില്ല. അത് പറയണ്ട എന്ന് പറയാനുള്ള കാരണം അത് തെറ്റാണ്. ഉസ്താദ് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കാൻ. നമുക്ക് തന്നെ സ്വയം ചിന്തിക്കാലോ എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇത് ജനങ്ങൾ ഇവൻ പറഞ്ഞ അത് കഴുതുകളെ പോലെ കേട്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയണം എന്തെങ്കിലും. പിന്നെ അതിൽ വഹാബ് സക്കാഫിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശുദ്ധ കളവാണ്. ഒരിക്കലും വഹാബ് സക്കാഫി എന്താ പറയാൻ വിചാരിച്ച കാര്യം പറയാൻ കരുതിക്കണോ എന്നുള്ളത് നൗഷാദ് അറിഞ്ഞിട്ടില്ല. അത് നൗഷാദ് കളവ് പറയണം, ശുദ്ധ കളവ് പറയണം. അത്തരത്തിൽ വല്ല തെളിവുണ്ടെങ്കിൽ നൗഷാദ് അത് ഹാജരാക്കണം. വഹാബ് സക്കാഫി വെറുതെ ആരോപണം പറയണം ഞാനത് അറിഞ്ഞിരുന്നു എന്നൊക്കെ. അത് വെറുതെ പറയണം. അതിന് സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും നൗഷാദ് എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ തെളിവാചരാക്കണം. എല്ലാ വിഷയത്തിനും തെളിവാചരാക്കണം അല്ലേ ആളല്ലേ. പിന്നെ ഓൻ തെളിവാചരാക്കാൻ പറഞ്ഞവൻ പറയും ഞാൻ അന്ന് ഉള്ള നൗഷാദല്ല, ഇപ്പോ അന്നത്തെ നൗഷാദ് മരിച്ചുപോയി. ഇതാണ് ഇപ്പൊ കൂടുതൽ തെളിവാചരാക്കാൻ പറഞ്ഞാല് നൗഷാദിന്റെ അവസ്ഥ. എന്തായാലും ഈ നൗഷാദും കമ്പനിയും അതുപോലെ തന്നെ നമ്മളെ ബഹാവുദ്ദീൻ നദവിയും കമ്പനിയൊക്കെ പാടെ ഒരു കൂട്ടുകെട്ട് എവിടേക്ക് എന്തൊക്കെയാ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരമായ സംശയം ഉണ്ട് നമുക്ക്. അത് ഈ പ്രാസംഗികം ഉണ്ടല്ലോ നമ്മളെ ഹുദവി, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ ചില സൂചനകളും അതിൽ കിട്ടുന്നുണ്ട് നമുക്ക്. എന്തായാലും കൂടുതൽ വിശദീകരണവും ഒക്കെ അനിവാര്യമാണെങ്കിൽ നമ്മൾ വീണ്ടും വരാം.